വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കാർഡിയോ വാസ്കുലർ ഡിസോർഡേഴ്സ് ആണ്. സോ കാർഡിയോ വാസ്കുലർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ കാർഡിയോ വാസ്കുലർ ഡിസോർഡർ. സോ കാർഡിയോ വാസ്കുലർ എന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെയാണ് അവിടെ ഉണ്ടാവുക? ദ ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെട്ട വെസൽസ് ഉണ്ടായിരിക്കും, രണ്ട് ഹാർട്ട് ഉണ്ടായിരിക്കും. സോ കാർഡിയോ വാസ്കുലർ ഡിസോർഡർ എന്ന് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ആരൊക്കെയാണ്? ഹാർട്ടും ബ്ലഡ് വെസലും ആയിരിക്കണം കേട്ടോ. സോ ഹൈപ്പർ ടെൻഷൻ, CHF അല്ലെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഇസ്കീമിയ ഹാർട്ട് ഡിസീസ് ഒക്കെയാണ് നമുക്ക് എക്സാമ്പിൾസ് വരുന്നത്. സോ ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ BP കൂടുക എന്നുള്ളത് തന്നെയാണ്. സോ ബേസിക്കലി എലിവേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ഇൻ ദ ആർട്ടറീസ് ആണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക. എന്താണ്? എലിവേറ്റ് ബ്ലഡ് പ്രഷർ ഇൻ ദ ആർട്ടറീസ് ആണ്. സോ നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? അതായത് 140 mmHg കൂടുകയാണ് എങ്കിൽ സിസ്റ്റോളിക്കും ആൻഡ് 90ക്കാളും കൂടുതലാണ് ഡയസ്റ്റോളിക് കൂടുന്നെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ. ഒന്നെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ കൂടുതലാണ് കേട്ടോ. 140യേക്കാൾ കൂടുതലാണ് എങ്കിൽ, 90യേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. സോ ബേസിക്കലി ഗ്ലോബലി ഇമ്പാക്ട് നോക്കുവാണെങ്കിൽ ഏകദേശം 1 ബില്യൺ പീപ്പിളും എന്തുണ്ടാവുന്നുണ്ട്? അവർക്ക് ഹൈപ്പർ ടെൻഷൻ പുതിയ ആൾക്കാരിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് 3 മില്യൺ പീപ്പിളോളം മരണം ഉണ്ടാവുന്നുണ്ട്. സോ ബേസിക്കലി ഓൺ മെയ് 17 നമ്മൾ ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് അവയർനെസ് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഹൈപ്പർ ടെൻഷനെ പറ്റി പറയാനുള്ള ഒരു ബേസിക് കാര്യം കേട്ടോ. ഞാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ്. സോ ബേസിക്കലി ഹൈപ്പർ ടെൻഷൻ നമുക്ക് പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം നിങ്ങൾക്ക് എക്സാംസിനൊക്കെ ഒരുപാട് എളുപ്പം വരും. സോ ബേസിക്കലി ഒപ്റ്റിമൽ, നോർമൽ, ഹൈ, ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1, 2 and 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഒപ്റ്റിമൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന 120/80 ആണ്. നോർമൽ എങ്കിൽ 130/85ഉം, ഹൈ നോർമൽ ആണെന്നുണ്ടെങ്കിൽ 130 to 139 and 85 to 89ഉം, പിന്നെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ കൗണ്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്, പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. ആ ഒരു നമ്പറിന്റെ ആ ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കിയിട്ട് മാത്രം പഠിച്ചാൽ മാത്രം മതിയായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഓർ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആണ്. സോ ഇവിടെ നമുക്ക് മെഡിസിൻ കോസ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട ഒരു പോപ്പുലേഷൻ അല്ല എന്നുള്ളതാണ്. സോ ഏകദേശം 95%ഉം ഹൈപ്പർ ടെൻഷൻ പോപ്പുലേഷൻ അഫക്ട് ചെയ്യുന്നത് പ്രൈമറി അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആണ്. ബേസിക്കലി സോൾട്ട് കാരണമോ അല്ലെങ്കിൽ ജെനറ്റിക്സ് കാരണമോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ് പ്രൈമറി അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ നമുക്കൊരു മെഡിക്കൽ കോസ് ഒന്നുമല്ല. സോ നമുക്ക് അങ്ങനെ മെഡിസിൻ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഏതെങ്കിലും വർക്ക്ഔട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോസ് ആണ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട്, ഡിപ്പെൻസ് ആണ്. സോ നെക്സ്റ്റ് വൺ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണ്. ഇവിടെ നമുക്ക് നോൺ അണ്ടർലൈൻ കോസ് നമുക്ക് അറിയാം, ഇത് ഇന്ന കാരണത്താൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ നമുക്ക് നല്ലപോലെ അറിയാം. ഏകദേശം 5% ആൾക്കാരിലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണ്. സോ കിഡ്നി ഡിസീസ്, ട്യൂമേഴ്സ്, ഹോർമോൺ ഡിസോർഡേഴ്സ് കാരണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹൈപ്പർ ടെൻഷൻ ആണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. അപ്പൊ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ പറഞ്ഞു, അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു മെഡിക്കൽ കോസും കാര്യങ്ങളും ഇല്ല. സോ ഏകദേശം 95 ആൾക്കാരിലും ഉണ്ടാവുന്ന സാധനമാണ്. സെക്കൻഡറി അങ്ങനെ എല്ലാ അണ്ടർലൈൻ കോസുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ എറ്റിയോളജി ആണ് പറയുന്നത്. സോ സാൾട്ട് സെൻസിറ്റിവിറ്റി, ഏകദേശം 60% ആൾക്കാരിലും പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വരുന്ന സോൾട്ട് ഇൻടേക്ക് അല്ലെങ്കിൽ സോഡിയം ഇൻടേക്ക് കൂടിയത് കൊണ്ടാണ്. പിന്നെ ജനറ്റിക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം, അതായത് നമ്മളെ ബോഡിയിൽ റെനിന്റെ അളവ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് BP കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഡ്രഗ്സുകൾ പഠിക്കുമ്പം റെനിൻ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഉണ്ട് കേട്ടോ. അതിന് അണ്ടറിൽ കുറച്ച് ഡ്രഗ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഫാർമക്കോളജിയിലാണ് പഠിക്കാനുള്ളത്, ഇവിടെ പഠിക്കാനില്ല. സോ ഇനി വരുന്ന ഫാർമക്കോളജി നിങ്ങൾ പഠിക്കും. സോ റെനിന്റെ അളവ് കൂടി എന്ത് ചെയ്യും? ഹൈപ്പർ ടെൻഷൻ വരും. അതർ ഫാക്ടേഴ്സ് ആണ് സ്ലീപ്പ് അപ്നിയ, ഒബീസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ്, കൊളസ്ട്രോൾ, എക്സ്ട്രസീവ് ഇൻടേക്ക് എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഹൈപ്പർ ടെൻഷൻ വരാം. അതായത് ഉറക്കമില്ലായ്മ, നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുക, അമിതവണ്ണം ഒക്കെ ഹൈപ്പർ ടെൻഷന് കാരണമാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമുക്ക് എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത് തലവേദന ഉണ്ടാവും, ഡിസ്നെസ് ഉണ്ടാവും, കണ്ണെപ്പോഴും മങ്ങും, പിന്നെ എപ്പോഴും തളർച്ച ഉണ്ടായിരിക്കും. ഇതൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ്. സോ പാത്തോഫിസിയോളജി പറയുവാണെങ്കിൽ
എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആണ്. സോ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ കാർഡിയക് കൺട്രാക്ഷൻ കൂടുന്നു, ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ കാർഡിയക് കൺട്രാക്ഷൻ കൂടുന്നു, അങ്ങനെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും ബി പി ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ്? ഹാർട്ട് റേറ്റ് കൂടി, കാർഡിയക് കൺട്രാക്ഷൻ വന്നു, വാസോ കൺസ്ട്രക്ഷൻ വന്നു, ബി പി വന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്ററോൺ സിസ്റ്റം ആണ്, RAAS ആക്ടിവേഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സോ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്, അതായത് റിട്ടൻഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഫർദർ എലിവേറ്റ് ബ്ലഡ് പ്രഷർ. അതായത് നമ്മളെ ബോഡിയിൽ സോഡിയവും വാട്ടറും റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ബി പി കൂടുന്നു, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നു, സോഡിയം വാട്ടർ റിട്ടൻഷൻ കാരണം എന്ത് നടക്കുന്നു? ബി പി എലിവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ എൻഡോത്തീലിയൽ, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇംപെയർഡ് പ്രൊഡക്ഷൻ ഓഫ് വാസോ ഡൈലേറ്റേഴ്സ്, അതായത് വാസോ ഡൈലേറ്റേഴ്സിന് കാരണമാകുന്ന സാധനങ്ങൾ നമ്മളെ ബോഡിയിൽ ഇംപെയർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. വാസോ ഡൈലേഷൻ മീൻസ് നമ്മുടെ ഡൈലേറ്റ് ചെയ്യുക, വികസിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് വാസോ ഡൈലേഷൻ. സോ വാസോ ഡൈലേഷന് കാരണമാകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിന് കാരണമായ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഇംപെയർ ആവും, അല്ലെങ്കിൽ അങ്ങനെ വാസോ ഡൈലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്ത് നടക്കുന്നു? വാസോ കൺസ്ട്രക്ഷൻ, നമ്മുടെ ഞരമ്പുകൾ ചുരുങ്ങി പോവുകയാണ് ചെയ്യുക. ചുരുങ്ങി പോകുമ്പോൾ എന്ത് നടക്കുന്നു? ഹൈപ്പർ ടെൻഷൻ വരുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? SNSA പറഞ്ഞു അല്ലെ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ, ആൻഡ് RAAS പറഞ്ഞു, ആൻഡ് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, ഒന്നുമില്ല അല്ലേ. സോ ഡയഗ്നോസ് എങ്ങനെയാണ്? നമുക്ക് ബി പി മെഷർ ചെയ്യാം, ബ്ലഡ് ടെസ്റ്റിൽ ക്രിയാറ്റിനിൻ, ഇലക്ട്രോലൈറ്റ്, ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ നോക്കാം, പിന്നെ ചെസ്റ്റ് എക്സ്റേ, ECG, യൂറിൻ അനലൈസ് ചെയ്യാം. മാനേജ്മെന്റ് വേറൊന്നുമില്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. കാര്യം ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് ഡിസീസ് ആണ്. സോ വെയിറ്റ് കുറയ്ക്കുക, ഡയറ്ററി എക്സസൈസുകളൊക്കെ ചെയ്യുക, ആൻഡ് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ലൈക്ക് ആന്റി ഹൈപ്പർ ടെൻസീവ് മെഡിസിൻസ് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആണ് ഹൈപ്പർ ടെൻഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് CHF അല്ലെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. സോ CHF എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ബ്ലഡ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ട് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുക, അങ്ങനെ നമുക്ക് മെറ്റാബോളിക് ഡിമാൻഡ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ CHF അല്ലെങ്കിൽ കാർഡിയാക് അല്ലെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇനാഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോനെയാണ് നമ്മൾ CHF എന്ന് പറയുക. സോ എറ്റിയോളജി പറയുവാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൻസിക് പമ്പ് ഫെയിലിയർ. സോ നമുക്ക് വീക്കൻഡ് ആയിട്ടുള്ള വെൻട്രിക്കിൾ മസിൽസ് ഉണ്ട്, ആലോചിക്കുക, നമ്മുടെ ഹാർട്ടിലെ വെൻട്രിക്കിൾ മസിൽസ് വീക്കൻഡ് ആണ്, അല്ലെങ്കിൽ ഇസ്കീമിയ ഹാർട്ട് ഡിസീസ് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മയോകാർഡിയറ്റിസ് അല്ലെങ്കിൽ കാർഡിയോ മയോപ്പതി പോലുള്ള ഡിസീസ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വെൻട്രിക്കിൾ മസിൽസ് എന്തായിരിക്കും? വീക്കൻ ആയിരിക്കും. ആ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അത്രയും ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് കാരണം നമുക്ക് CHF വരും. ആൻഡ് ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്, നമുക്ക് പ്രഷറോ അല്ലെങ്കിൽ നമുക്ക് ഹാർട്ടിന് ഓവർലോഡ് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ വാൽവുലർ ഇൻസഫിഷ്യൻസി ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CHF ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇംപെയർഡ് ഫില്ലിംഗ് ആണ്. അതായത് കണ്ടീഷൻ ലൈക്ക് കാർഡിയക് ടാമ്പോനേഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ് ദാറ്റ് ഹിൻഡർ ഹാർട്ട് ഫില്ലിംഗ്. അതായത് നമുക്ക് ഇങ്ങനെ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ്, ഇപ്പം എക്സാമ്പിൾ ഫസ്റ്റ് വൺ കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ് എന്താ ഞാൻ പറഞ്ഞുതരാം. കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടീഷനാണ്, നമ്മുടെ തിക്കൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെരികാർഡിയം അവിടെ തിക്കൻഡ് ആയിട്ടുള്ള ഫിബ്രിയോട്ടിക് പെരികാർഡിയമായിട്ട് മാറുകയും അങ്ങനെ ഹാർട്ടിനാണെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടാവാണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ബേസിക്കലി ലിമിറ്റ് ദ ഹാർട്ട് എബിൾ ടു ഫങ്ഷൻ നോർമലി ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലും പമ്പ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കാർഡിയക് ടാമ്പോനേഡ് ആണ്. സോ ബേസിക്കലി അവിടെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യും, അവിടെ സാക്സിലൊക്കെ ഹാർട്ടിനിടയിലൊക്കെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുകയും അങ്ങനെ CHF വരുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻട്രൻസിക് പമ്പ് ഫെയിലിയർ, ഇൻക്രീസ്ഡ് വർക്ക് ലോഡ് ആൻഡ് ഇംപെയർഡ് ഫില്ലിംഗ് ആണ്. ഇനി ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് പറയുന്നത്, അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. സോ അക്യൂട്ട് പെട്ടെന്ന് ഡെവലപ്പ് ആവുന്നതാണ്, ക്രോണിക് ആണെങ്കിൽ പയ്യെ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഡെവലപ്പ് ആകാം. പിന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, അത് ലെഫ്റ്റ് സൈഡ് ഫെയിലിയറും ഉണ്ടാകാം, അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലും ഫെയിലിയർ ഉണ്ടാകാം, അങ്ങനെ പൾമുനറി കൺജഷൻ ഉണ്ടാകാം. എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഫെയിലിയർ ആണെങ്കിൽ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫെയിലിയർ ആണെങ്കിൽ പൾമുനറി കൺജക്ഷനും, റൈറ്റ് സൈഡ് ഫെയിലിയർ ആണെങ്കിൽ റൈറ്റ് വെൻട്രിക്കിൾ കോസിങ് സിസ്റ്റമിക് കൺജഷനും. അപ്പം ഞാൻ റൈറ്റ് ആണെങ്കിൽ സിസ്റ്റമിക് കൺജഷൻ ആൻഡ് ലെഫ്റ്റ് ആണെങ്കിൽ പൾമുനറി കൺജഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ആൻഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. ഫോർവേഡ് ഫെയിലിയർ ആണ് വരുന്നുണ്ടെങ്കിൽ ഡിമിനിഷിങ് ദ ടിഷ്യൂ പെർഫ്യൂഷൻ, ടിഷ്യൂസിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ബ്ലഡ് എത്തില്ല. എന്നാൽ ബാക്ക്വേർഡ് ഫെയിലിയർ ആണ് എന്നുണ്ടെങ്കിൽ വീനസ് സിസ്റ്റത്തിനുള്ള കൺജക്ഷൻ ആണ്. അപ്പം ഇത്
പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് ഇച്ചിരി മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അക്യൂട്ട് ക്രോണിക് പഠിച്ചു, ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റ് ആണെങ്കിൽ പൾമൊണറി കൺജഷൻ ആൻഡ് റൈറ്റ് ആണെങ്കിൽ വെൻട്രിക്കിൾസ് അല്ലെങ്കിൽ സിസ്റ്റമിക് കൺജഷൻ ആയിരിക്കും വരിക. റൈറ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ സിസ്റ്റമിക് കൺജഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഫോർവേഡ് ബാക്ക്വേർഡ് ആണ്. ഫോർവേഡ് ആണ് എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പെർഫ്യൂഷൻ ആൻഡ് ബാക്ക്വേർഡ് ആണെങ്കിൽ വീനസ് സിസ്റ്റത്തിന്റെ കൺജഷൻ ഉണ്ടാവുക. അപ്പോൾ എളുപ്പമല്ലേ, പഠിച്ചു. സോ പാത്തോഫിസിയോളജി ഓഫ് ഹാർട്ട് ഫെയിലിയർ ആണ്. എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു? ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആണ്. സോ ഇനിഷ്യലി കോമ്പൻസേറ്ററി ബട്ട് ക്രോണിക് ആക്ടിവേഷൻ ലീഡ് ടു ഫർദർ കാർഡിയക് ഡിറ്റോറിയേഷൻ. സോ നമ്മളെ ബോഡിയിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വലിയ കുഴപ്പം ഉണ്ടാവില്ല, അങ്ങനെ നോർമലി പോവും. പക്ഷെ പിന്നെ ആകുമ്പോൾ നമ്മുടെ കാർഡിയക് മസിൽസിനൊക്കെ ഡാമേജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത് റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റിറോൺ ആക്ടിവേഷൻ ആണ്. സോ ഈ RAAS സിസ്റ്റം നമ്മളൊക്കെ ആക്ടിവേറ്റ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ കോസ് വാസോ കൺസ്ട്രക്ഷനും ഫ്ലൂയിഡ് റിട്ടൻഷൻ, നമ്മളെ ബോഡിയിൽ ഫ്ലൂയിഡ് നിൽക്കുകയും വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ ഹാർട്ടിൽ എന്തെങ്കിലും ഡീറ്റോറേഷൻ ഉണ്ടാകുന്നു, അങ്ങനെ ഹാർട്ട് ഫെയിലിയറിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നെട്രിയൂററ്റിക് പെപ്റ്റൈഡ് ഡൗൺ റെഗുലേഷൻ ആണ്. സോ ഈ നെട്രിയൂററ്റിക് പെപ്റ്റൈഡ് ഡൗൺ റെഗുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെ ബോഡിയിൽ എന്തില്ല, ബോഡിയുടെ എബിലിറ്റി കൗൺട്രാക്ട് ചെയ്യും, അതായത് ഫ്ലൂയിഡ് റീറ്റെയിൻ ചെയ്യുകയും അങ്ങനെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ നേരെ പറഞ്ഞതുപോലെ തന്നെ വാസോ കൺസ്ട്രക്ഷനും ഫ്ലൂയിഡ് റിട്ടൻഷനും ഉണ്ടാവുന്നത് കാരണം എന്ത് നടക്കുന്നു, ഈ നെട്രിയൂററ്റിക് പെപ്റ്റൈഡ് ഡൗൺ റെഗുലേഷൻ കാരണം ഉണ്ടാവുകയും അങ്ങനെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഇൻഫ്ലമേറ്ററി സൈറ്റോക്കിൻ എക്സ്പ്രഷൻ ആണ്. സോ ഈ ഇൻഫ്ലമേറ്ററി സൈറ്റോക്കിൻ കാരണം നമുക്ക് കാർഡിയക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയും റീമോഡലിംഗ് ആവുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സോ ഒന്നും കൂടെ പറയാം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആണ്. സോ ബേസിക്കലി കാർഡിയക് ഡിറ്റോറേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാർഡിയക് മസിൽസിന് ഡാമേജ് ഉണ്ടാകുന്നു. റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്ററോൺ സിസ്റ്റം പറഞ്ഞു. സോ അവിടെ വാസോ കൺസ്ട്രക്ഷൻ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആൻഡ് നെട്രിയൂററ്റിക് പെപ്റ്റൈഡ്സ് ആൻഡ് ഡൗൺ റെഗുലേഷൻ പറഞ്ഞു. സോ ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാവുന്നു ആൻഡ് വാസോ കൺസ്ട്രക്ഷൻ ആണ്. ആൻഡ് ഇൻഫ്ലമേറ്ററി സൈറ്റോക്കിൻ എക്സ്പ്രഷൻ പറഞ്ഞു, കാർഡിയക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയും റീമോഡലിംഗ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഡയഗ്നോസ്റ്റ് ചെയ്യുന്നത് ചെസ്റ്റ് എക്സ്റേ എടുക്കാം, ECG എടുക്കാം, എക്കോ കാർഡിയോഗ്രാം എടുക്കാം ആൻഡ് സ്ട്രെസ് ടെസ്റ്റ് എടുക്കാം. ഇത്രയും ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറച്ച് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ന്യൂ ആയിരിക്കും. സോ ഒന്നും കൂടെ വായിച്ചൊന്നും കൂടെ ക്ലാസ് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് പാത്തോഫിസിയോളജി, എറ്റിയോളജി എങ്ങനെ സ്ക്രീൻ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ട ബേസിക് കാര്യം. റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കാണാം. താങ്ക് യു.